എങ്ങനെയാണ് ആ ഒരു ഇമോഷനൊക്കെ കിട്ടിയോ? ഭയങ്കരമായിട്ട് കിട്ടി. നമ്മൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. 3 പടവും കട്ടക്ക് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് നിൽക്കും. 3 കണ്ടോ? 3 കണ്ടു, 4 കണ്ടു, അന്വേഷിപ്പിന് കണ്ടെത്തും കണ്ട്. എല്ലാരും എല്ലാ പടവും കാണാൻ വരുന്നുണ്ട്. എല്ലാ പടങ്ങളും കാണാം. കണ്ടവര് തന്നെ പിന്നെയും വരുന്നുണ്ട്. അടിപൊളി, നല്ല അവസാനം കരയുന്ന ഒരു ലെവലിലുള്ളൊരു പടമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ മലയാള സിനിമ. ആദ്യം താണ്ടെ ഹൈദരാബാദിൽ നിന്ന് കുറച്ച് പിള്ളേർ വന്ന് അവരെ ലവ് സ്റ്റോറിയൊക്കെ കണ്ട് നമ്മളെ ചിരിപ്പിച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. അതിനുശേഷം മനക്കിലേക്കൊരു പോറ്റി നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാവരെയും ഞെട്ടിച്ചു. ഇപ്പോൾ ഇതാ മഞ്ഞുമ്മൽ ബോയ്സും കൂടി വന്നിട്ട് മലയാള സിനിമയുടെ സീൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. യെസ്, ദ ബ്ലോക്ക് ബസ്റ്റർ ഫെബ്രുവരി ഓഫ് മലയാളം സിനിമ. അപ്പോൾ എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഇവർ ഈ ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. ഇറങ്ങിയ സിനിമകളെല്ലാം കണ്ടോ അതോ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ? അപ്പോൾ എന്തായാലും റിവ്യൂയിലേക്ക് പോകാം. നല്ല സിനിമ അത്രേ ഉള്ളൂ. നല്ല സിനിമ അത്രേ ഉള്ളൂ. അല്ല, ഒരു വെറൈറ്റി ആയിരുന്നു. ഇതുപോലെയല്ല, സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ഞാൻ ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. അവസാനം കഴിയുമ്പോൾ നല്ല ഞെട്ടി. അടിപൊളിയായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു ഇമോഷനൊക്കെ കിട്ടിയോ? ഭയങ്കരമായിട്ട് കിട്ടി. നമ്മൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. നല്ല സീൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിവ്യൂ ഒക്കെ കേട്ട് വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയോ? ഇല്ല, ഞാൻ അധികം കേട്ടില്ല. ഇതിനെപ്പറ്റി അധികം കേൾക്കാതെയാ വന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. അടിപൊളിയാന്ന് എല്ലാവരും കോളേജിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ 2 സിനിമ, പ്രമേയവും പ്രേമലും, അതിൻ്റെ കൂടെ ഇതും ഉണ്ട് ഹിറ്റ്. അത് 3 കണ്ടതാണോ? ഇല്ല, പ്രമേയം കണ്ടില്ല. പ്രേമലും ഉണ്ടായിരുന്നു, അത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് അടിപൊളി. അപ്പോൾ ഇതെന്താ ചൂസ് ചെയ്യാൻ കാരണം? ഇങ്ങനെ റിവ്യൂ ഒന്നും കേൾക്കാതെ വന്നതാണോ? ഇവൾക്ക് അടിപൊളിയാന്ന് ഇവള് പറഞ്ഞുകൊണ്ട് കൂടെ വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇമോഷൻ? അടിപൊളിയാണ്. രണ്ടാമത്തോട്ട് ഇന്നലെ രാത്രി ഒന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇടിലം പടം, വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ മലയാള സിനിമ. പടത്തിന് എങ്ങനെയാണ് മികച്ചു തോന്നുക? ഇമോഷന് കണക്ട് ആയതാണ്. പടത്തിന് മികച്ചായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആർട്ട് വർക്ക്, ക്യാമറ ഫ്രെയിംസ്, രക്ഷയില്ല. അതിൻ്റെ ആർട്ട് ഡയറക്ടർക്ക് ഒരു ഭയങ്കര സല്യൂട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു യൂത്തിൻ്റെ പടം എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനൊരു സാധനം പ്രതീക്ഷയായിരിക്കും. അത് ഓൾറെഡി ട്രെയിലർ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു സർവൈവൽ മോഡാണല്ലോ ജോണർ. അപ്പോൾ ഓൾറെഡി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു കിടിലം പടം, രക്ഷയില്ല. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ 3 പടവും കട്ടക്ക് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് നിൽക്കും. 3 കണ്ടോ? 3 കണ്ടു, 4 കണ്ടു, അന്വേഷിപ്പിന് കണ്ടെത്തും കണ്ട്. അതും കിടിലം, എല്ലാം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു അത്രയും സിനിമ വന്നോന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടോണ്ടിരിക്കാൻ നല്ല സിനിമയാണ്. ഇങ്ങനെ ഒരു സർവൈവൽ സാധനം പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ഒരു ഇതായിരുന്നു. പക്ഷേ സൗബിനൊക്കെ ആണെന്നെങ്കിലും നല്ല അഭിനയമായിരുന്നു, വളരെ മികച്ച അഭിനയമായിരുന്നു. എങ്ങനെയാണ് മൊത്തത്തിലുള്ള റിവ്യൂ? ആ ഇമോഷൻ സാധനമൊക്കെ നല്ല സാധനമായിരുന്നു. നല്ല അവസാനം കരയുന്ന ഒരു ലെവലിലുള്ളൊരു പടമാണ്. ഇമോഷണലാണ്, ഭയങ്കര ഇമോഷണൽ പടമാണ്. 3 പടം കണ്ടായിരുന്നു. എന്താ 3നെ പറ്റി? പ്രേമലും ഇതും ഭയങ്കര കട്ടക്ക് ഇരിക്കുന്ന പടം. പേടി, ഇമോഷൻ, കരച്ചിലൊക്കെ വന്നോ? ബ്ലോക്ക് ബസ്റ്റർ ആണ്. അടിപൊളി പടം, സൂപ്പർ. എല്ലാ പടത്തിനും ആളുണ്ട്. എല്ലാ പടത്തിനും. മഞ്ഞുമ്മൽ കണ്ടോ? മഞ്ഞുമലൊക്കെ സൂപ്പർ പടം. ഇതേപോലൊരു പടം വേറെ ഇല്ല. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ തിയേറ്ററിന്റെ? അടിപൊളി. ഇപ്പൊ നല്ല സാഹചര്യമാണ്. പടങ്ങളെല്ലാം വിജയിക്കുകയാണ്. എല്ലാരും എല്ലാ പടവും കാണാൻ വരും. എല്ലാ പടങ്ങളും കാണാം. കണ്ടവര് തന്നെ പിന്നെയും വരുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഹൗസ്ഫുൾ ആണ്. ഹൗസ്ഫുൾ. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിയേറ്ററിലൊരു ഇപ്പോഴത്തെ ഒരു ഈ ഒരു ഫെബ്രുവരി മാസം? അടിപൊളിയായിരുന്നു എല്ലാം. ഇപ്പൊ എല്ലാ പടത്തിനും നല്ല ആളാണ്. ഈ മാസമാണ് ഏറ്റവും കൂടുതൽ ആള് വരുന്നത്. അതെ, നല്ല പടങ്ങളുമാണല്ല. ഓക്കെ.